ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ 4 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസ് വെടിവെച്ച് കൊന്നിരിക്കുന്നു. ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ജില്ലയിൽ ഞായറാഴ്ച രാത്രി നടന്ന പോലീസ് ഏറ്റുമുട്ടലിലാണ് 4 വയസ്സുള്ള മരുമകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ 55 വയസ്സുകാരൻ പോലീസ് എൻകൌണ്ടറിൽ കൊല്ലപ്പെടുന്നത്. പോലീസും ക്രൈംബ്രാഞ്ചും നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ 50,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന പ്രതി ജീഷാനെ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ അറസ്റ്റ് ഒഴിവാക്കാനായി ഇയാൾ പോലീസിന് നേരെ വെടിയുതിർത്തതോടെയാണ് ഇയാൾക്ക് നേരെ പോലീസിന് വെടിയുതിർക്കേണ്ടി വന്നത്. कमिश्नरेट गाजियाबाद के अंतर्गत दिनांक 11 तारीख को एक बच्ची के साथ दुष्कर्म करके उसकी हत्या कर दी गई थी और उसका शव छुपा दिया गया था। पुलिस को जैसे ही सूचना प्राप्त हुई है, पुलिस ने तत्काल सुसंगत धाराओं में मुकदमा पंजीकृत किया है और इस केस को इन्वेस्टिगेशन के दायरे में लाया है। और उसमें जो प्रारंभिक तथ्य सामने आए हैं वो बच्ची का जो सगा मामा जसीम उर्फ छोटू था, उसी ने इस घटना को कारित किया था। पुलिस टीम के द्वारा लगातार उसकी तलाश अभियान किया जा रहा था। उसके ऊपर 50,000 रुपये इनाम की भी घोषणा थी। आज पुलिस को मुखबिर से यह सूचना प्राप्त हुई थी कि आज वो टीला मोड़ क्षेत्र में अपने कुछ साथियों के साथ देखा गया है। इसी क्रम में स्वाट टीम को निर्देशित किया गया था कि वो यहाँ पर बैरियर लगाकर चेकिंग अभियान चलाएं, उसे पकड़ने का प्रयास करें। यहाँ पे बंथला नहर कट के पास में वो पुलिस टीम को दिखाई देता है। पुलिस टीम ने जब उसे रोकने का प्रयास किया तो उसने पुलिस टीम पर फायर कर दिया। पुलिस टीम ने भी आत्मरक्षार्थ गोली चलाई है, जिसमें जीसम उर्फ छोटू को गोली लगी है और अस्पताल ले जाते समय इलाज के दौरान उसकी मृत्यु हो गई है। പോലീസ് പറയുന്നതനുസരിച്ച് ഏപ്രിൽ 11 ഉച്ചയ്ക്ക് 12 മണിയോടെ കുട്ടിക്ക് മിഠായി വാങ്ങി തരാമെന്ന് പറഞ്ഞ് ജിഷാൻ വീടിന് പുറത്തുനിന്ന കുട്ടിയെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ബലാത്സംഗം ചെയ്ത ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ശേഷം പ്രതി മൃതദേഹം തോളിൽ ചുമന്ന് ഷാലിമാർ ഗാർഡൻ പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ റോഡിൽ ഒരു കാറിനടിയിൽ ഉപേക്ഷിച്ച ശേഷം അയാൾ ഓടി രക്ഷപ്പെട്ടു. 2 ദിവസം മുൻപ് ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ CCTVയിൽ ഇയാളുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ലോണിയിലെ ബന്ദ്ല കനാലിനടുത്ത് ആരെയോ കാണാൻ പ്രതി പദ്ധതിയിട്ടിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചു. ഇതേ തുടർന്ന് ടീലാമോർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സംഘം പോലീസുകാർ സ്ഥലത്താകെ പരിശോധനയും ആരംഭിച്ചു. ഇതിനിടെ പോലീസിനെ കണ്ട് ഭയന്ന ജിഷാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് പോലീസിന് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു. പിന്നീട് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. പരിക്കേറ്റ ഹെഡ് കോൺസ്റ്റബിൾമാരായ അമിത്, ഇക്ബാൽ എന്നിവർ അപകടനില തരണം ചെയ്തിരിക്കുകയാണ്. പ്രതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ടെന്നും ഇയാളുടെ കൈവശം ആയുധങ്ങളും വെടിയുണ്ടകളും ഉണ്ടായിരുന്നെന്നും ഇത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടെന്നും പിന്നീട് പോലീസ് വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.